ഗുരുകുലം ലേണിംഗ് അമൃത മിസ് ആണ്. അപ്പോൾ മക്കളെ, ഇന്ന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാനാണ് മിസ് വന്നിട്ടുള്ളത്. നമ്മൾ എപ്പോഴും എക്സാം ഒക്കെ എഴുതി കഴിയുമ്പോൾ നമ്മൾ ഫുൾ മാർക്ക് പ്രതീക്ഷിക്കുന്ന ചില ക്വസ്റ്റ്യൻസിന് നമുക്ക് പലപ്പോഴും എന്ത് സംഭവിക്കാറുണ്ട്, അര മാർക്കും 1 മാർക്കും ഒക്കെ ആയിട്ട് നമുക്ക് കുറഞ്ഞു പോകാറുണ്ട് അല്ലേ? അതെന്തുകൊണ്ടായിരിക്കും? പല റീസൺ കൊണ്ടായിരിക്കും. ചിലപ്പോൾ നമ്മുടെ ആൻസർ തെറ്റുന്നതുകൊണ്ടായിരിക്കും, ചിലപ്പോൾ നമ്മുടെ ആൻസർ ടീച്ചർമാർ കറക്റ്റായിട്ട് കാണാത്തത് കൊണ്ടായിരിക്കും. അങ്ങനെ പല റീസൺ കൊണ്ട് നമുക്ക് മാർക്കുകൾ നഷ്ടമാകാറുണ്ട്. അപ്പൊ എങ്ങനെയാണ് കൃത്യമായിട്ട് നിങ്ങളുടെ ഒരു ആൻസർ ഷീറ്റ് പ്രസന്റ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പൊ എപ്പോഴും നിങ്ങൾ ചിന്തിക്കേണ്ടത്, നിങ്ങളുടെ ആൻസർ ഷീറ്റ് നിങ്ങളുടെ ടീച്ചേഴ്സ് നോക്കുന്നത് നിങ്ങളുടെ മുന്നിൽ വെച്ചിട്ടല്ല അല്ലേ? നിങ്ങൾ അവരുടെ വീട്ടിൽ അല്ലെങ്കിൽ സ്റ്റാഫ് റൂമിൽ ഇരുന്നിട്ടായിരിക്കും ആൻസർ ഷീറ്റ് നോക്കുന്നുണ്ടാവുക. അപ്പോൾ ഓരോ ക്വസ്റ്റ്യനിലും നിങ്ങൾ എന്താണ് ഉദ്ദേശിച്ചത് എന്ന് ടീച്ചറുടെ അടുത്ത് പോയിട്ട് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. അപ്പൊ ആ ആൻസർ ഷീറ്റിലൂടെയാണ് നിങ്ങൾ ഉദ്ദേശിച്ച കാര്യങ്ങൾ ടീച്ചർമാർ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നത്. അപ്പൊ നിങ്ങൾ ആൻസർ എഴുതേണ്ടത് ആ രീതിക്കാണ്. അപ്പൊ നിങ്ങൾ മനസ്സിൽ വെക്കേണ്ടത് അതാണ്, ഞാൻ എഴുതുന്ന ആൻസേഴ്സ് ടീച്ചർമാർക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാവണം. അത് മനസ്സിൽ വെച്ചോണ്ടായിരിക്കണം നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ആൻസർ ഷീറ്റ് എഴുതേണ്ടത്. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, എപ്പോഴും നിങ്ങളുടെ ആൻസർ ഷീറ്റ് വളരെ നീറ്റ് ആയിട്ടായിരിക്കണം നിങ്ങൾ ഹാൻഡിൽ ചെയ്യേണ്ടത്. ഓക്കെ, ആദ്യം തന്നെ ആൻസർ ഷീറ്റ് കിട്ടുമ്പോൾ നിങ്ങൾ സൈഡിൽ എന്ത് ചെയ്യണം, നിങ്ങളുടെ പേര്, ക്ലാസ്, റോൾ നമ്പർ എന്ന് വേണ്ട കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് എഴുതിയിരിക്കണം. സബ്ജക്ട് ഏതാണോ സബ്ജക്ട് എന്ന് പറയുന്നത് അത് കറക്റ്റായിട്ട് മെൻഷൻ ചെയ്യണം. എന്നതിന് ശേഷം നമ്മൾ സെക്ഷൻ ആയിട്ടാണല്ലോ ക്വസ്റ്റ്യൻ പേപ്പർ വരും. സെക്ഷൻ എ, സെക്ഷൻ ബി, സെക്ഷൻ സി. അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ നിങ്ങളുടെ പേര് എഴുതുന്നു, ഏതാണ് സബ്ജക്ട് എഴുതുന്നു, അതിനുശേഷം സെക്ഷൻ, ഏത് സെക്ഷനാണ്, ഏത് പാർട്ടാണ്, പാർട്ട് എ ആണോ, പാർട്ട് ബി ആണോ, പാർട്ട് സി ആണോ, അത് നിങ്ങൾ കൃത്യമായിട്ട് എഴുതുക. എന്നതിന് ശേഷം ക്വസ്റ്റ്യൻ നമ്പർ ഇടുക. ക്വസ്റ്റ്യൻ നമ്പർ എന്ത് ചെയ്യണം, മാർജിൻ്റെ ഇവിടെയാണെങ്കിൽ ഇവിടെ എഴുതുക, അല്ലെങ്കിൽ ഉള്ളിലാണെങ്കിലും, പക്ഷേ കറക്റ്റായിട്ട് ഒരു ഓർഡറിലായിരിക്കണം ക്വസ്റ്റ്യൻ നമ്പർ എഴുതേണ്ടത്. എഴുതുന്ന സമയത്ത് വളരെ നീറ്റായിട്ടായിരിക്കണം നമ്മൾ എന്ത് എഴുതേണ്ടത്. അതായത് ആർക്കും കറക്റ്റായിട്ട് റീഡ് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലായിരിക്കണം ആൻസർ ഷീറ്റിൽ നമ്മൾ ആൻസേഴ്സ് എഴുതേണ്ടത്. പിന്നെ ഓരോ ആൻസർ എഴുതി കഴിയുമ്പോഴും നിങ്ങൾ എന്ത് ചെയ്യണം, 2 ലൈനിൻ്റെ ഗ്യാപ്പ് നിങ്ങൾ വിടണം. ആൻസേഴ്സ് എഴുതി 2 ലൈനിൻ്റെ ഗ്യാപ്പ് വിട്ടതിന് ശേഷം മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, അടുത്ത ആൻസർ നമ്മൾ എഴുതാനായിട്ട് പാടുള്ളൂ. അപ്പോൾ ടീച്ചർമാർക്ക് കറക്റ്റായിട്ട് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് കറക്റ്റായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാർക്ക് ചെയ്ത് ടീച്ചർമാർക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ പറഞ്ഞു, ആദ്യം നിങ്ങൾ എന്ത് ചെയ്യണം, സൈഡിൽ പേര് എഴുതണം. പേര്, ക്ലാസ്, റോൾ നമ്പർ, നിങ്ങളുടെ സബ്ജക്റ്റ്, ഏതാണ് പാർട്ട്, ഏത് പാർട്ടാണെങ്കിൽ അത്, പാർട്ട് എ ആണെങ്കിൽ പാർട്ട് എ, പാർട്ട് ബി ആണെങ്കിൽ അത് കൃത്യമായിട്ട് എഴുതണം. ക്വസ്റ്റ്യൻ നമ്പർ ഇടണം. ഇനി സബ് ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ആ സബ് ക്വസ്റ്റ്യൻസും കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, മെൻഷൻ ചെയ്യണം. ഇനി ഓരോ ക്വസ്റ്റ്യൻ കഴിയുമ്പോഴും അവിടെ നമ്മൾ എന്ത് ചെയ്യണം, 2 ലൈനിന്റെ സ്പേസ് നമ്മൾ വിടണം. ഓരോ ക്വസ്റ്റ്യൻ എഴുതി കഴിയുമ്പോഴും 2 ലൈനിന്റെ സ്പേസ് നമ്മൾ വിട്ടിട്ട് വേണം എഴുതാനായിട്ട്. ഭയങ്കര നീറ്റായിരിക്കും നമ്മുടെ ആൻസർ ഷീറ്റ് കാണാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇനി മാത്സിന്റെ കേസിലാണെങ്കിൽ ഡു എ വർക്കിംഗ് കോളം, ഒരു വർക്കിംഗ് കോളം നിങ്ങൾ വരച്ച് വെക്കണം. അവിടെ നിങ്ങൾ കാൽക്കുലേഷൻ ചെയ്യുന്നുണ്ടോ ചെയ്യുന്നില്ലേ എന്നുള്ളത് രണ്ടാമത്തെ കാര്യമാണ്, പക്ഷെ വർക്കിംഗ് കോളം കമ്പൽസറി ആണ്. ഓക്കെ, എന്ത് തരത്തിലുള്ള കാൽക്കുലേഷൻസും നിങ്ങൾ എന്ത് ചെയ്യണം, ആ വർക്കിംഗ് കോളത്തിൽ ചെയ്ത് തന്നെ വെക്കണം. ഓക്കെ, മാത്സിന്റെ കേസിലാണെങ്കിൽ എന്ത് ചെയ്യണം, ഒരു വർക്കിംഗ് കോളം അവിടെ വരച്ച് വെക്കുക. എത്ര ചെറിയ കാൽക്കുലേഷൻ ആണെങ്കിലും നിങ്ങൾ അവിടെ ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പോൾ ടീച്ചർമാർക്ക് മനസ്സിലാവും നിങ്ങൾ ആൻസേഴ്സ് കൃത്യമായിട്ട് ചെയ്തിട്ടാണ് കണ്ടുപിടിച്ചിരിക്കുന്നത് എന്ന്. ഓക്കെ, അപ്പോൾ ഇത് പറഞ്ഞു. അപ്പോൾ നീറ്റായിട്ട് എഴുതണം, 2 ലൈനിന്റെ ഗ്യാപ്പ് വിടണം. ഓക്കെ, ഇനി അടുത്തത് നിങ്ങൾ വിചാരിക്കണം, ക്ലാസ്സിലെ ടോപ്പേഴ്സിനൊക്കെ എങ്ങനെയാണ് ഇത്രയും ടോപ്പ് മാർക്ക്, 1 മാർക്ക് പോലും വിടാതെ അവർക്ക് എങ്ങനെ കിട്ടുന്നു അല്ലേ? അതിലെ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, അവർ ക്വസ്റ്റ്യൻ അപ്രോപ്രിയേറ്റ്, അതായത് മാർക്ക് അപ്രോപ്രിയേറ്റ് ആയിട്ടാണ് ആൻസർ എഴുതുന്നത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതായത് ചില ക്വസ്റ്റ്യൻസ്, 1 വേർഡ് ക്വസ്റ്റ്യൻസ്, 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഒരിക്കലും നിങ്ങൾ ഒരു എസ്സേ അല്ലെങ്കിൽ ഒരു 5 ലൈൻ പാരാഗ്രാഫ് എഴുതി വെക്കരുത്. 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ 1 ലൈൻ അല്ലെങ്കിൽ 2 ലൈൻ അത്ര മതി, അത്രേ വേണ്ടുള്ളൂ. ഈ പേപ്പർ നോക്കുന്ന സമയത്ത് ഫുള്ളായിട്ടുള്ള പാരഗ്രാഫ് വായിച്ചു നോക്കാൻ ആർക്കും താല്പര്യം ഉണ്ടാവില്ല. അപ്പൊ നിങ്ങളോട് 1 മാർക്കിന്റെ ചോദ്യമാണെങ്കിൽ 1 സെന്റൻസ് അല്ലെങ്കിൽ 2 സെന്റൻസിൽ നമുക്ക് ഉത്തരം എഴുതാനായിട്ട് പറ്റണം. ഓക്കെ, ഇനി 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഒരു 2 ലൈനോ 3 ലൈനോ മാക്സിമം 4 ലൈൻ, അത്രയും വേണ്ടി വരില്ല, അത്രയും മതി. ഓക്കെ, അപ്പൊ മാർക്ക് അപ്രോപ്രിയേറ്റ് ആയിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, ഓരോ ക്വസ്റ്റ്യനും അപ്രോച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. എഴുതുമ്പോൾ എസ്സേ പോലെ ഇങ്ങനെ പാരഗ്രാഫ് പോലെ 2 മാർക്കിനും 3 മാർക്കിനും എഴുതി വെക്കരുത്. 2 ലൈനൊക്കെ മതി. 2 മാർക്കിന് 2 ലൈനോ 3 ലൈനിലോ നമുക്ക് ഉത്തരം എഴുതാനായിട്ട് സാധിക്കും. അത്ര മാർക്കിനേ ഉള്ളൂ അത്. ഓക്കെ, അപ്പം മാർക്ക് അപ്രോപ്രിയേറ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ആൻസേഴ്സ് എഴുതാനായിട്ട് ശ്രദ്ധിക്കണം. വേറൊരു കാര്യം എന്ന് പറയുന്നത്,
ടീച്ചർമാർ നോട്ട് ചെയ്യേണ്ട ഇമ്പോർട്ടൻറ്റ് പോയിന്റുകൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പെൻസിൽ കൊണ്ട് അണ്ടർലൈൻ ചെയ്യാം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ ഇതാണ്, ഇത് ടീച്ചർ കാണണം എന്ന് നിങ്ങൾക്ക് തോന്നുന്ന പോയിന്റ്സ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അണ്ടർലൈൻ ചെയ്ത് വെക്കാം. പെൻസിൽ കൊണ്ട് അണ്ടർലൈൻ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഓക്കെ, പെൻസിൽ കൊണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് അണ്ടർലൈൻ ചെയ്യുക. അത് ഇമ്പോർട്ടൻ്റ് ആണെന്ന് ടീച്ചർക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പൊ അത്രയും നീറ്റായിട്ടായിരിക്കണം നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ആൻസർ ഷീറ്റ് പ്രസന്റ് ചെയ്യേണ്ടത്. ഇനി പെൻസിൽ കൊണ്ട് അണ്ടർലൈൻ ചെയ്യണം എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ ചിത്രങ്ങൾ വരയ്ക്കുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, ഡയഗ്രാംസ്. നമ്മളുടെ മാത്സിലൊക്കെ ആണെങ്കിൽ കൺസ്ട്രക്ഷൻസ് ഒക്കെ ഉണ്ടാവും. പലരും ചെയ്യുന്ന ഒരു കാര്യമാണ് യൂസിങ് പെൻ, അല്ലേ? ഡയഗ്രാംസ് വരയ്ക്കാനായിട്ട് പെന്ന് യൂസ് ചെയ്യുന്നത്, സ്കെയിൽ യൂസ് ചെയ്യാതിരിക്കുന്നത് വളരെ വലിയൊരു അബദ്ധമാണ് ചെയ്യുന്നത്. നിങ്ങൾ എപ്പോഴും കൺസ്ട്രക്ഷൻസ് ചെയ്യുമ്പോഴും ഡയഗ്രാംസ് വരയ്ക്കുമ്പോഴും പെൻസിലും സ്കെയിലും ഉപയോഗിക്കുക തന്നെ വേണം. അപ്പൊ നിങ്ങൾ ആലോചിക്കും, അത് നോക്കുന്ന ടീച്ചർക്ക് എങ്ങനെയാ മനസ്സിലാവുക അത് പെൻസിലും സ്കെയിലും മീൻസ് സ്കെയിൽ ഉപയോഗിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന്? കൃത്യമായിട്ട് മനസ്സിലാവും. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ ഇവിടെ ഇങ്ങനെ ഒരു ലൈന് വരയ്ക്കുന്നതും സ്കെയിൽ ഉപയോഗിച്ച് ഇങ്ങനെ ഒരു ലൈന് വരയ്ക്കുന്നതിലും തമ്മിൽ വ്യത്യാസമുണ്ട്. നിങ്ങൾക്ക് തന്നെ കണ്ടാൽ മനസ്സിലാവും. ഇവിടെ ചെറിയൊരു ബെൻഡ് വരുന്നു, ഇവിടെ അതില്ല. കറക്റ്റ് ലൈനാണ്. ഇത് ഞാൻ സ്കെയിൽ വെച്ച് വരച്ചതാണ്, ഇത് സ്കെയിൽ വെക്കാതെ വരച്ചതാണ്. അപ്പോൾ ഒരു ഡയഗ്രാം വരയ്ക്കുന്ന സമയത്ത് കൃത്യമായി സ്കെയിലും പെൻസിലും വെച്ച് ഉപയോഗിച്ച് വരച്ചു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും, മാർക്ക് നിങ്ങൾക്ക് തന്നെ വരും. അപ്പോൾ ഓൾ ടുഗെദർ നോക്കുവാണെങ്കിൽ ഒരു പേപ്പർ, നിങ്ങൾ എഴുതുന്ന നിങ്ങളുടെ എക്സാം പേപ്പർ എന്ന് പറയുന്നത് നിങ്ങളുടെ റിഫ്ലക്ഷനാണ്. എപ്പോഴും നിങ്ങൾ മനസ്സിൽ വിചാരിക്കേണ്ടത് ഞാൻ എന്നെ പ്രസന്റ് ചെയ്യുന്നതാണ് ഈ ആൻസർ ഷീറ്റിലൂടെ. അപ്പൊ നീറ്റ് ആൻഡ് ടൈഡി ആയിട്ടായിരിക്കണം നിങ്ങൾ ആൻസർ പ്രസന്റ് ചെയ്യേണ്ടത്. ഓരോ ക്വസ്റ്റ്യൻ കഴിയുമ്പോൾ 2 ലൈന് ലീവ് ചെയ്യുക. എഴുതുന്നത് നല്ല നീറ്റ് ആയിരിക്കുക. ഒരേ ഇങ്ക് പെന്നുകൊണ്ട് എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ഒരു കാര്യം കൂടിയുണ്ട്, നമുക്ക് മിസ്റ്റേക്ക് വരും, അല്ലേ? നമ്മൾ എഴുതുന്ന സമയത്ത് നമുക്ക് എന്ത് സംഭവിക്കും, മിസ്റ്റേക്ക് വരും. ഓക്കെ, മിസ്റ്റേക്ക് വരുന്ന സമയത്ത് ഒരിക്കലും ഇങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യരുത്, കട്ട് ചെയ്യരുത്. പകരം മിസ്റ്റേക്ക് വരുന്ന സാധനങ്ങൾ, എൻ്റെ പേരാണോ ഞാൻ ഇവിടെ എഴുതുന്നത്, മിസ്റ്റേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു സിംഗിൾ ലൈൻ ഉപയോഗിച്ച് ഇത് കട്ട് ചെയ്യാം. ഇത്ര മതി. ഇതാണ് നീറ്റ്നെസ്. ഇങ്ങനെ കട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക, ഇങ്ങനെ കട്ട് ചെയ്യാതിരിക്കുക. അപ്പൊ നിങ്ങളായിരിക്കും അതിലെന്താ മിസ്റ്റേക്ക് വ്യത്യാസം. നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്യുന്ന സമയത്ത് ഈ ബാക്കി പേപ്പറിൽ എന്ത് എഴുതി എന്നുള്ള വിഷയമല്ല, ടീച്ചർമാർ പേപ്പർ നോക്കുമ്പോൾ ഫുൾ കോൺസെൻട്രേഷൻ ഇവിടേക്ക് പോകും. അപ്പം തന്നെ നിങ്ങളുടെ ഇംപ്രഷൻ മുഴുവൻ പോയി. റെഡി? അപ്പൊ ഈ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കാം. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടിപ്പാണ്, നിങ്ങൾ ആൻസർ എഴുതുന്ന സമയത്ത് ഒരിക്കലും ഫസ്റ്റ് പേജിൽ തന്നെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ തന്നെ ആൻസർ തെറ്റിക്കാതിരിക്കുക. അതായത് നിങ്ങൾക്ക് 100% ഷുവർ ആണ്, ഫുൾ മാർക്ക് കിട്ടുമെന്ന് ഉറപ്പുള്ള ഒരു ചോദ്യമായിരിക്കണം നിങ്ങൾ ആദ്യം എഴുതേണ്ടത്. ആദ്യം തന്നെ നിങ്ങൾ തെറ്റുത്തരം എഴുതി പേപ്പറിൽ തെറ്റ് എന്ന് നിങ്ങളുടെ ടീച്ചറെ കൊണ്ട് എഴുതിക്കരുത്. ഫസ്റ്റ് തന്നെ കറക്റ്റ് എന്ന് എഴുതി 5 മാർക്കിൻ്റെയോ അല്ലെങ്കിൽ 4 മാർക്ക് വാട്ട് എവർ ഇറ്റ് ഈസ് അത് എഴുതാനായിട്ടുള്ള ഒരു ചാൻസ് നിങ്ങൾ ടീച്ചേഴ്സിന് കൊടുക്കുക. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ നിങ്ങൾ എപ്പോഴും എന്ത് ചെയ്യണം, കറക്റ്റായിട്ട് എഴുതാനായിട്ട് ശ്രദ്ധിക്കണം. അത് നിങ്ങൾ ആ ക്വസ്റ്റ്യൻ പേപ്പർ വായിക്കുമ്പോൾ തന്നെ നിങ്ങൾ ആദ്യം എഴുതേണ്ടത് കറക്റ്റായിട്ട് നിങ്ങൾക്ക് അറിയുന്ന ആൻസേഴ്സ് മാത്രമാണ്. അപ്പം എന്ത് ചെയ്യും, ഫുൾ ഇങ്ങനെ ശരിയിട്ടിട്ട് അടുത്തൊരു തെറ്റ് വരുന്ന സമയത്ത് ടീച്ചർ ഒന്ന് ആലോചിക്കും, അല്ലേ? സ്വാഭാവികമായിട്ടും ആലോചിക്കും എന്തുകൊണ്ട് തെറ്റ് വരുത്തി. അപ്പോൾ അത്രയും മാർക്ക് ഫുള്ളായിട്ട് ഇങ്ങനെ കിട്ടി, നല്ല എന്താ പറയുക, ടീച്ചർക്ക് ഒരു ഇംപ്രഷൻ ഉണ്ടാവും. നിങ്ങളുടെ ആൻസർ ഷീറ്റ് നോക്കുന്ന ആൾക്ക് വലിയൊരു ഇംപ്രഷൻ ഉണ്ടാകും, കാരണം ഇത്രയും കുട്ടി കറക്റ്റ് ആൻസറാണ് എഴുതിയത്. അപ്പോൾ ഈ ഒരു പോയിന്റ് മറക്കാതെ നിങ്ങൾ ചെയ്യുക. ഫസ്റ്റ് ഉള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് 100% ഷുവർ ഉള്ള ക്വസ്റ്റ്യൻസ് മാത്രം ആൻസർ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും മനസ്സിൽ വെച്ചുകൊണ്ടായിരിക്കണം അടുത്ത എക്സാം നിങ്ങൾ എഴുതാനായിട്ട് പോകേണ്ടത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക, അവർക്ക് ഉപകാരപ്പെടട്ടെ. അപ്പോൾ അടിപൊളിയായിട്ട് എല്ലാവരും എക്സാം എഴുതുക. ഓൾ ദ വെരി ബെസ്റ്റ്.